ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്. അയില മുളകിട്ടതാണ്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അതിനായിട്ട് ഇതാ 2 സവാള ഉണ്ട് ഞാൻ എടുത്തത്. ഇതുപോലെ ഇങ്ങോട്ട് കനം കുറച്ചിങ്ങോട്ട് അരിഞ്ഞെടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ തക്കാളി അതുപോലെ 2 ഇട്ടെടുത്തത്. ഇതുപോലെ അതാ വട്ടത്തിൽ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. എന്നാലാണ് വട്ടത്തിൽ അരിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടല്ലോ ഈ തക്കാളി പെട്ടെന്ന് ഇങ്ങോട്ട് വഴന്ന് കിട്ടും കേട്ടോ വഴറ്റുമ്പോൾ. അതുകൊണ്ട് ഇത് വട്ടത്തിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുത്തോളൂ കേട്ടോ. പിന്നെ ഇതാ കടായി സ്റ്റൗവിൽ വെച്ച് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ചെടുത്തത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള അതിലേക്ക് ഇട്ടെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാനിതാ ഉലുവയാണ് ഇട്ടെടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടെടുത്ത് ഇതൊന്ന് നന്നായിട്ടുണ്ട് ഇളക്കിക്കോളി കേട്ടോ. ഞാനേ തക്കാളിയൊക്കെ ഒന്ന് എടുത്തേക്കാണ്. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് എടുത്തേക്കാണ്, ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നതാ വന്നിട്ടുണ്ടല്ലേ. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുത്താളി. പിന്നെ തക്കാളിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയില്ലേ, തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിക്കോളിയേ. കണ്ടോ തക്കാളി കണ്ടില്ലേ എന്തുമാതിരി വഴന്നു വന്നു നോക്ക്. ഈ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടോ. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിക്കോളി. പിന്നെ മുളകും പൊടിയാണ് ഇട്ടെടുക്കുന്നത്. വലിയൊരു സ്പൂൺ മുളകും പൊടി ഇട്ടെടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണേ. മല്ലിപ്പൊടി ഇതുപോലെ ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. പിന്നെ പുളിവെള്ളമാണേ. ഒരു ചെറിയ പുളീൻ്റെ വെള്ളം കേട്ടോ ഒഴിച്ചെടുത്തത്. ചെറിയ പുളി പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള അത്ര ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ചേർത്തെടുത്തത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തോളി. പിന്നെ ഉപ്പാണ് ഇട്ടെടുത്തത്. ഉപ്പ് അതുപോലെ കൂടി പോകാതെ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ മീൻ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇനി പച്ചമുളക് ഒരു 4 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ കീറിട്ട് കൊടുക്കണം. ഇനി നമ്മൾ മീനൊന്ന് വേഗണ വരെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. പിന്നെ അത് ആ സമയം കൊണ്ട് എന്താ ചോറ് വാർക്കണം കേട്ടോ. ഇപ്പം നമ്മളെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ചിന് വെന്തിണൊക്കെ നോക്കണേ. പിന്നെ വെള്ളമൊക്കെ വറ്റി വന്നിക്കണ്, വെന്തിണ് കേട്ടോ. നമ്മൾ മീൻകറിയൊക്കെ റെഡിയാണ്. വെള്ളമൊക്കെ അതാ വറ്റി വന്നിക്കണ്. അപ്പോൾ ഇത്ര കേട്ടോ നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.